CPM എന്ന പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ അല്ലെങ്കിൽ ഒരു വിപ്ലവ പാർട്ടിയാണോ അതോ ഒരു മതസംഘടനയാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചോദിക്കാനുള്ള പ്രധാന കാരണമെന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPMൻ്റെ നിലപാടുകൾ തന്നെയാണ്. അതായത് മുന്നേ കൃത്യമായി പറഞ്ഞാൽ അവർ ശക്തമായ നിലപാടുകൾ എടുത്തിരുന്ന സമയം മുതൽ ഇപ്പോഴിതാ അവരെടുക്കുന്ന നിലപാടുകളുടെ മാറ്റവും ചാഞ്ചാട്ടവുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ഈ ചർച്ചകൾക്ക് വഴിവെക്കുന്നതാകട്ടെ അയ്യപ്പ സംഗമം മുതൽ ഇതാ ഇന്ന് നടന്നിരിക്കുന്ന മാതാ അമൃതാനന്ദമയിക്ക് നൽകിയ സ്വീകരണം വരെയുള്ള കാര്യങ്ങൾ വലിയ തരത്തിൽ ചർച്ചയാകുന്നു, വലിയ തരത്തിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇവർ ചോദിക്കുന്നത് ഒരുപക്ഷെ RSSനെ പോലും നാണിപ്പിക്കുന്ന തരത്തിലാണ് CPM ഇപ്പോൾ മതസംഘടനകളെ, മത മേലധ്യക്ഷന്മാരെ, അതുപോലെ തന്നെ മതത്തിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്നവരെ, ആൾദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്നത്, പൂജിക്കുന്നത്, ഒപ്പം തന്നെ ഇവരെയൊക്കെ വാഴ്ത്തിപ്പാടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഇത് വലിയ തരത്തിൽ ചർച്ചയാവുകയും വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം ചോദ്യങ്ങൾ ഉയരുകയും ചെയ്താണ്. ഈ ചോദ്യങ്ങൾ തന്നെയാണ് ഇന്നും ഉണ്ടാകുന്നത്. ഇന്നിപ്പോഴിതാ സജി ചെറിയൻ അടക്കമുള്ള മന്ത്രിമാരും MLA അടക്കമുള്ളവർ വന്ന് ഇന്ന് മാതാ അമൃതാനന്ദമയ്യെ കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു, ഒപ്പം തന്നെ പറയുകയാണ് കേരളം മാതാ അമൃതാനന്ദമയെ മനസ്സിലാക്കാൻ ലേറ്റായിപ്പോയി, താമസിപ്പോയി എന്നൊക്കെയുള്ള ന്യായങ്ങൾ ഇവർക്കിത് എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് CPMനോടും അതുപോലെ CPMൻ്റെ നേതാക്കന്മാരോടും മന്ത്രിമാരോടുമടക്കം ജനങ്ങൾ ചോദിക്കുന്നത്. ഇത് ചോദിക്കുന്നത് മറ്റുള്ള പാർട്ടിക്കാരോ കോൺഗ്രസ്സുകാരോ BJPക്കാരോ അല്ല ചോദിക്കുന്നത്, അല്ലെങ്കിൽ SDPക്കാരോ അല്ല ചോദിക്കുന്നത്. ഇത് ചോദിക്കുന്ന പ്രധാനമായും CPMൻ്റെ അണികൾ തന്നെയാണ്. എന്താണ് CPMന് പറ്റിയത് എന്നുള്ളതാണ്. നമുക്കറിയാം, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളിൽ, ചർച്ചകളിൽ, അന്ന് നടന്ന വലിയ സമര കോലാഹലങ്ങളിലെല്ലാം CPMൻ്റെ നിലപാടെന്ന് പറയുന്നത് 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ CPM 4 അല്ല 40 വോട്ടിന് വേണ്ടി നിലപാടല്ല വേറെ എന്ത് വേണോ മാറ്റുമെന്നുള്ള സാഹചര്യത്തിലേക്ക് മാറുന്ന അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ പിണറായി സർക്കാരിൻ്റെ 10ാം വർഷത്തിലേക്ക് എത്തുന്ന ഈ കാലയളവിൽ ഇനി ഏറിയാൽ കുറച്ച് മാസങ്ങൾ മാത്രമുള്ള സാഹചര്യത്തിൽ CPM എടുത്ത നിലപാടുകൾ വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നു. രാഷ്ട്രീയ നിരീക്ഷകരടക്കം അത് ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോകുന്നു, അതുപോലെ തന്നെ വിമർശിക്കുന്ന തലത്തിലേക്ക് പോകുന്നു. ഈ വിമർശനങ്ങളെല്ലാം ഏതാണ്ട് പൊടി തട്ടിക്കളയുന്ന ലാഘവത്തോടെ CPM തട്ടിക്കളഞ്ഞ് മുന്നോട്ട് പോകുന്ന സാഹചര്യമുള്ളത്. അപ്പോഴും MV ഗോവിന്ദനടക്കം പറഞ്ഞത് നിലപാടുകൾ മാറ്റാനുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് പറഞ്ഞ നിലപാടായിരിക്കില്ല നമുക്ക് നാളെ ഉള്ളതെന്ന് CPMൻ്റെ സെക്രട്ടറി അടക്കമുള്ളവർ, അതായത് MV ഗോവിന്ദനടക്കമുള്ള നേതാക്കൾ മാറ്റി പറയുമ്പോൾ അണികൾ അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ CPMനൊപ്പം നിൽക്കണം എന്നുള്ള ചോദ്യം പ്രസക്തമായി ചോദിക്കുന്നുണ്ട്. ഇവിടെ ശബരിമല വിഷയത്തിൽ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഹിന്ദുത്വ സംഘടനകൾ, അതുപോലെ ഹിന്ദുത്വ നേതാക്കന്മാർ, ഒപ്പം തന്നെ BJPയുടെയും RSSൻ്റെ പ്രവർത്തകരടക്കം, സ്ത്രീകളടക്കം നാട്ടിലിറങ്ങി വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ, ശബരിമല ആചാര സംരക്ഷണ സമിതി വന്ന് വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴെല്ലാം അന്ന് CPMൻ്റെ നിലപാട് എന്ന് പറയുന്നത് ഞങ്ങൾ സുപ്രീം കോടതി വിധിക്കൊപ്പമാണ്, സ്ത്രീ പ്രവേശനം ഉണ്ടെങ്കിൽ സ്ത്രീ പ്രവേശനം നടത്തുക തന്നെയും, വരാൻ സ്ത്രീകൾ തയ്യാറാണെങ്കിൽ ഞങ്ങളത് കയറ്റുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ CPM ഇപ്പോൾ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, ഞങ്ങളെപ്പോഴും ഭക്തർക്കൊപ്പമാണ്, ഞങ്ങളെപ്പോഴും അയ്യപ്പനൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് അയ്യപ്പന് ജയ് വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതിലെ നിലപാട് മാറ്റം എന്താണ് എന്നാണ് CPM ചോദിക്കുന്നത്, CPMലെ അണികൾ ചോദിക്കുന്നത്. CPMലെ നേതാക്കന്മാർ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും സൈബർ വെട്ടിക്കളികൾ വന്ന് സമാധാനം പറയേണ്ട, ന്യായീകരിക്കേണ്ട, ക്യാപ്സൂളുകൾ ഇറക്കേണ്ട അവസ്ഥയുണ്ടാകും എന്നുള്ളത് ഈ അണികൾ തന്നെ പറയുന്നത്. കുറച്ച് റെസ്റ്റ് താ, എന്നാലേ പുതിയ ക്യാപ്സൂളുകൾ ഉണ്ടാക്കാനുള്ള സമയമെങ്കിലും താ എന്നാണ് ഇവർ ചോദിക്കുന്നത്. കാരണം നേതാക്കന്മാരുടെ പല കൊള്ളരുതായ്മകൾക്കും പല പ്രവൃത്തികൾക്കും അണികൾ മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. സൈബർ തൊഴിലാളികൾ, സൈബർ വെട്ടിക്കളികൾ അടക്കമുള്ളവർ ഇതിന് വന്ന് ന്യായീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു, ന്യായീകരിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. ഈ അവസ്ഥയ്ക്ക് എന്ന് മാറ്റം വരും എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവിടെ ആദ്യം ആഗോള അയ്യപ്പ സംഗമം തലത്തിൽ CPM വലിയ തരത്തിൽ ചർച്ച ഉണ്ടാക്കുന്നു. ആ ചർച്ചയിൽ പിണറായി വിജയൻ്റെയും അതുപോലെ ദേവസ്വം മന്ത്രിയുടെയും മാത്രം ഫോട്ടോ വെച്ച് ഫ്ലക്സുകൾ ഇറക്കുന്നു. ഒപ്പം സംഗമത്തിന് വരുന്നതായിക്കോട്ടെ SNDPയുടെ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനുമായി ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് തോളിൽ കൈയിട്ട് വന്നിറങ്ങുന്നു, വേദിയിലെത്തുന്നു. ആ വേദിയിൽ വന്ന് ഘോരഘോരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി പറയുന്നു, പൊക്കി പറയുന്നു. പിണറായി വിജയൻ മഹാനാണെന്ന് പറയുന്നു, വെള്ളാപ്പള്ളി അതിലും മഹാനാണെന്ന് പിണറായി വിജയൻ പറയുന്നു. അങ്ങനെ ഈ ചർച്ചകൾ നടന്നു പോകുന്നു. ആ ചർച്ചകളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തരത്തിൽ ആഘോഷമാക്കി, ആശ്ലേഷിച്ച്, പുകഴ്ത്തി പറഞ്ഞ് മുന്നോട്ട് പോയി. അവിടെ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ളവർ വന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചത് കൈ മുഷ്ടി ചുരുട്ടി
മുദ്രാവാക്യം വിളിക്കുന്ന തരത്തിലായിരുന്നു. അതും വലിയ വിവാദമാകുകയും പിന്നീട് അദ്ദേഹം വന്ന് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത് പിന്നെ ഉണ്ടാകുന്നത് NSSുമായുള്ള സഹകരണമാണ്. അങ്ങനെ ഇവർ ചെയ്യുന്നത് മതസംഘടനകളുമായി അതുപോലെ ദൈവങ്ങളുമായി കൂട്ടുപിടിക്കുന്നു, മതസംഘടനകളുമായി കൂട്ടുപിടിക്കുന്നു, അതുപോലെ തന്നെ മാതാ അമൃതാനന്ദമയുമായി കൂട്ടുപിടിക്കുന്നു. ഈ കൂട്ടുപിടിച്ച് ആദരിക്കുന്നു, അവരെ ആശ്ലേഷിക്കുന്നു, നെറ്റിയിൽ ചുംബിക്കുന്നു. ഈ ചുംബനമൊക്കെ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും 4 വോട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ചർച്ചയാകുന്നത്. ഇവിടെ SNDP നേതാക്കളുമായി സൗഹൃദമുണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് പാലയിലെ ബിഷപ്പുമാരുമായി സൗഹൃദമുണ്ടാക്കുന്നു. പാലയിൽ ബിഷപ്പ് അവിടെ നടന്ന ഈ ഒരു വിദ്യാർത്ഥികളും അവിടുത്തെ ചർച്ചുമായി നടന്ന വിഷയത്തിൽ മന്ത്രി ഇടപെട്ട നേരെ ചെന്ന് ബിഷപ്പ് വർഗീയത പറഞ്ഞപ്പോൾ, വർഗീയ പരാമർശം നടത്തിയപ്പോൾ ബിഷപ്പിൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, ബിഷപ്പ് ദിവ്യനാണ് എന്ന് പറഞ്ഞ അതേ ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ പറയുന്നു SNDP ദിവ്യമായ പാർട്ടിയാണ്, SNDPയുടെ നേതാവ് ദിവ്യനാണെന്ന് പറയുന്നു. പിന്നീട് വന്നിട്ട് പറയുന്നു NSSൻ്റെ ആൾക്കാരോട്, NSSൻ്റെ നേതാവിനോട് വന്നിട്ട് NSSൻ്റെ നേതാവിനെ പുകഴ്ത്തി പറയുന്നു. NSS നേതാവ് ഇങ്ങോട്ട് പുകഴ്ത്തുന്നു. അങ്ങനെ മതസംഘടനകളുമായി അതുപോലെ ജാതി സംഘടനകളുമായി ഒപ്പം തന്നെ ഹിന്ദുത്വ സംഘടനകളുമായൊക്കെ CPM എടുക്കുന്ന ഈ നിലപാട് 4 വോട്ടിന് വേണ്ടിയുള്ള നാറിയ കളിയാണ് എന്ന് തന്നെയാണ് വിമർശകർ ഒന്നടങ്കം ശക്തമായി പറയുന്നത്. ഇവിടെ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു. അയ്യപ്പ സംഗമം നടത്തിക്കഴിഞ്ഞു. ഇനി നടത്താനുള്ളത് ന്യൂനപക്ഷ സംഗമമാണ്. ഇനിയുള്ളത് ഒപ്പം തന്നെ SNDP നേതാക്കളുമായുള്ള ചർച്ചകൾ, അതുപോലെ NSSൻ്റെ നേതാക്കളുമായുള്ള ചർച്ചകൾ. ഇതെല്ലാം കൃത്യമായി മുന്നോട്ട് പോകുന്നത് എന്ത് നിലപാടാണ് CPM എടുക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തമായി ഉയർന്നു വരുന്ന ചോദ്യം. വിപ്ലവ പ്രസ്ഥാനം എന്ന് പറയുന്ന ചോര വീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന പൂമരം എന്ന് പാടി നടക്കുന്നവർ ഈ പാട്ട് ഇനി എങ്ങനെ പാടുമെന്നും, അതുപോലെ ഈ പാട്ടിന് വേണ്ടി താളം പിടിച്ചവർ, മുദ്രാവാക്യം വിളിച്ചവർ എല്ലാവരും ഇനി ദൈവത്തിൻ്റെ പേരിൽ വിറ്റ് ജീവിക്കുന്നവർ, ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്നവർ, മതസംഘടനകളുടെ നേതാക്കൾക്ക് ജയ് വിളിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ചോദ്യം. ഈ ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ CPMൻ്റെ നിലപാടും അതുപോലെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. 4 വോട്ടിന് വേണ്ടി ആരുടെയും കാൽക്കൽ വീഴില്ല എന്നും ആരുടെയും കാൽച്ചുവട്ടിൽ പോകില്ല എന്നും പറഞ്ഞ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഇന്ന് മത നേതാക്കന്മാരുടെയും മതസംഘടനാ നേതാക്കന്മാരുടെയും ജാതി സംഘടനാ നേതാക്കന്മാരുടെയും എല്ലാവരുടെയും കാൽക്കൽ വീഴുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതുമെല്ലാം ഈ നേതാക്കന്മാരെ ആശ്ലേഷിക്കുന്നതടക്കം സോഷ്യൽ മീഡിയ ഇന്ന് എടുത്തിട്ട് അലക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വലിയ തരത്തിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നിതാ കഴിഞ്ഞ ദിവസം വരെ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ വരെയും സുധാമണി എന്ന് വിളിച്ചിരുന്ന മാതാ അമൃതാനന്ദമയ്യെ ഇന്ന് അമ്മ എന്ന് മൊത്തത്തിൽ വിളിക്കാതെ അത്രത്തോളം സ്നേഹം വാരി വിതറുന്ന സജി ചെറിയൻ അടക്കമുള്ള നേതാക്കളെയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സുധാമണി കൂടുതലൊന്നും പറയേണ്ട, സുധാമണി തന്നെയാണ് എന്ന് വിമർശിക്കുന്ന CPM നേതാക്കൾ, മതത്തിൻ്റെ പേര് പറഞ്ഞ് ജാതിയുടെ പേര് പറഞ്ഞ് വിറ്റ് കാശാക്കുന്നു എന്ന് പറഞ്ഞ ഇതേ CPM നേതാക്കൾ ഇന്നിതാ വന്നിട്ട് പറയുകയാണ്, മാതാ അമൃതാനന്ദമയ്യെ മനസ്സിലാക്കാൻ ഞങ്ങൾ താമസിച്ചു പോയി, മാതാ അമൃതാനന്ദമയ്യെ കേരളം മനസ്സിലാക്കാൻ ലേറ്റായിപ്പോയി, മാതാ അമൃതാനന്ദമയ്യ ദിവ്യയാണ്, ദിവ്യപ്രഭയാണ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്ന CPM നേതാക്കളുടെ ഗതി അല്ലെങ്കിൽ ഗതികേട് എന്താണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം CPMലെ അണികളടക്കം ചോദിക്കുന്നത് എന്ത് നിലപാടാണ് CPMനുള്ളത്. വിപ്ലവ പ്രസ്ഥാനമെന്ന് പറയുന്ന CPM ഇതിൽ നടത്തുന്ന നിലപാടെന്താണ്, ഇതിൽ അവരുടെ കാഴ്ചപ്പാടെന്താണ്, CPM 4 വോട്ടിന് വേണ്ടി ഇത്ര തരം താഴ്ന്നു പോകണോ എന്നുള്ള ചോദ്യം ശക്തമായും പ്രസക്തമായും നിലനിൽക്കുന്ന അവസ്ഥയുണ്ടാകുന്നു, സാഹചര്യമുണ്ടാകുന്നു.